അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം പണ്ട് വളരെ പെർട്ടിക്കുലറായിട്ടുള്ള ആൾക്കാർക്കാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം സംഭരമായിരുന്നത്. പക്ഷെ ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ സംസർഗം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ജോയേൽ പ്രവാചകൻ കൊടുത്ത വാഗ്ദാനം നമ്മളിലെ സർവ്വജനീനമായി നിറവേറുന്ന കാണാം. എന്താണ്? അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും നൽകും. നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും. അപ്പോൾ യുവാക്കന്മാർക്ക് എന്നാ ഉണ്ടാകണത്? ദർശനങ്ങളാണ്. ദാറ്റ് മീൻസ് യുവാക്കന്മാർ പക്വതയിലേക്ക് വരുമെന്ന്. ദാറ്റ് മീൻസ് ഒരു 18 വയസ്സാകുമ്പോൾ തന്നെ ഒരു 10-40 വയസ്സിൻ്റെ ആധ്യാത്മിക പക്വത വരും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ദൈവമേ എൻ്റെ ഉള്ളിൽ വസിക്കാവരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാവരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടിയിലൂടെ ഇന്ന് ഒരു 10 പേര് ഉടമ്പടി എടുത്താൽ 60% സക്സസ് റേറ്റാണ്. 10 പേര് ഉടമ്പടി എടുത്താൽ 6 പേര് ദൈവത്തിൻ്റെ തനത് സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഈ സക്സസ് റേറ്റ് ഭയങ്കരമാണ് ഈ ഉടമ്പടിയിൽ വരുന്നത്. അതായത് നോട്ട് ബൈ മെറിറ്റ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. വെച്ചാൽ ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ലൈറ്റ് വെയ്റ്റനിങ് ഉടമ്പടിയുടെ ഒരു വലിയ പ്രതിഭാസമാണ്. ലൈറ്റ് വെയ്റ്റനിങ് എന്ന് വെച്ചാൽ നമുക്ക് താങ്ങാനാവാത്ത ഭാരങ്ങളെ ചുമ്മാ ഒരു ഫെദർ ടച്ചിൽ പവർ സ്റ്റിയറിങ്ങിൽ നടക്കും. നമുക്ക് താങ്ങാൻ, നമ്മളിതെങ്ങനെ ചെയ്യും? നമ്മുടെ മുമ്പിൽ ഒരു വഴി കാണുന്നില്ലല്ലോ. ഈ ജപ്തി നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി കാണുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഈ H1B വിസ, അത് അമേരിക്കൻ വിസയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത്. അതായത് ഡീന മറിയം ഒരു ഓർത്തഡോക്സ് സഹോദരിയാണ്. ആദ്യം പ്രായമില്ല, ഒരു ചെറുപ്പക്കാരത്തിയാണ്. ഡീന മറിയത്തിൻ്റെ സാക്ഷ്യം അവർക്ക് ആവശ്യം വന്നത് അവർ അമേരിക്കയിൽ നിന്ന് റിട്ടേൺ ചെയ്ത് പോകാൻ പോകുകയാണ്. ലാസ്റ്റ് അവർക്ക് വേണ്ടത് H1B വിസയാണ്. അതവിടെ പെർമനൻറ്റ് റെസിഡൻസിലെ. അത് പക്ഷേ കിട്ടണത് ലോട്ടറിയിലാണ് വരുന്നത്. ലോട്ടറിക്ക് 7 ലക്ഷം ആപ്ലിക്കേഷൻസാണ്. ലോട്ടറി എന്ന് പറയുന്നത് നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെ. ലോട്ടറി ടിക്കറ്റിൽ ഭാഗ്യക്കുറി എടുക്കത്തില്ല, ഒരു മിഷൻ വെച്ച് കറക്കി എടുക്കത്തില്ല. അതുപോലെ ലോട്ടറിയിലാണ് H1B വിസ കിട്ടുന്നത്. കാര്യം 65,000 സീറ്റേ ഉള്ളൂ. അമേരിക്ക 65,000 H1B വിസയെ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. പക്ഷേ ആപ്ലിക്കേഷൻസ് പ്രൊസീജിയറെല്ലാം കഴിഞ്ഞത്, അതിൻ്റെ പ്രൊസീജിയർ തന്നെ എന്തൊരു പാടാണ്. പ്രൊസീജിയറെല്ലാം കഴിഞ്ഞത് തന്നെ 7 ലക്ഷം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം മറിയവും ഹസ്ബൻഡും തിരിച്ചു പോരേണ്ടി വരും. അപ്പോഴും മറിയം ഉടമ്പടി ചെയ്തിട്ട് മാതാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക്. അതായത് ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥന എങ്ങനെ വന്നാണ്? കൃപാസനം കണ്ടുപിടിച്ചാണോ? അല്ലല്ല. ജനങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ദൈവത്തിനോട് ആഭിമുഖ്യം ഉണ്ടായപ്പോൾ, ദൈവത്തോട് അവർ കണ്ണീരിട്ടപ്പോൾ ദൈവം കാണിച്ചു കൊടുത്തതാണ് ഡേറ്റ്. നിനക്ക് അത്ര വിശ്വാസമാണെങ്കിൽ നീ ഒരു ഡേറ്റ് ഇടാൻ പറയും. എല്ലാവരോടും ഡേറ്റ് ഇടാൻ പറയത്തില്ല. കാര്യം ഇടയ്ക്ക് ഇവർ ഡൗട്ട് ചെയ്യും. ആൾക്കാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അയ്യോ ഡേറ്റ് ഞാൻ ഇട്ടെന്ന് പറഞ്ഞ് ദൈവം അത് മാനിക്കുമോ, നടക്കുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമുക്കൊരു ഡൗട്ട് വരും.
ഈ ഡൗട്ട് ഇങ്ങനെ കുറേ ഈ ആഞ്ഞിലിക്ക് വെള്ളമുള്ളതുപോലെ തന്നെ ഈ ഉച്ചു കുത്തിപ്പോകും. ആഞ്ഞിലി 1000 വർഷം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഔട്ടർ ലെയറിനാണ് ഈ 1000 വർഷം, അകത്ത് വെള്ളയാണ്. നമ്മുടെ വിശ്വാസത്തിലും ഇതുപോലൊരു പരിച്ഛേദമുണ്ട്. അകത്ത് സംശയത്തിൻ്റെ വെള്ള കുറേ കയറും. വെള്ള കുറഞ്ഞിരുന്ന അത്രയും നല്ലതാണ്. അതുകൊണ്ടാണ് ഇളയ ആഞ്ഞിലി ആരും എടുക്കാത്തതിൻ്റെ കാരണം അതാണ്. മൂത്താഞ്ഞിലിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ ബൈബിൾ പറയും, ഇളയ ആഞ്ഞിലിയാണെങ്കിലും അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ യുവാക്കന്മാർ ദർശനങ്ങൾ കാണും, കാതലുള്ളവരായി വരുമെന്ന്, ആധ്യാത്മിക പക്വത പ്രാപിക്കുമെന്ന്. കൈയിടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഇന്നത്തെ മനുഷ്യൻ, അതായത് ഉടമ്പടി മനുഷ്യൻ, ആധ്യാത്മികതയുടെ ഏറ്റവും അവസാനത്തെ പാഠമാണ് ഉടമ്പടി. അപ്പോൾ ഇന്നത്തെ മനുഷ്യൻ ഞാൻ പറയുന്നത് ഉടമ്പടി മനുഷ്യനെയാണ്. ഉടമ്പടി മനുഷ്യനെ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത, ബൈബിൾ ആധ്യാത്മിക മനുഷ്യൻ എന്ന് പറയും, ജഡിക മനുഷ്യൻ എന്ന് പറയും. ആധ്യാത്മിക മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്നത് ഉടമ്പടി മനുഷ്യനെയാണ്. ഇന്നത്തെ ഉടമ്പടി മനുഷ്യൻ്റെ ഒരു ഫീച്ചർ, വാട്ട് ഈസ് ദ ഫീച്ചർ ഓഫ് എ കവനന്റ് മാൻ? എന്താണത്? അത് ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണ കാണാം സുന്ദരമായ രീതിയിൽ. ഒരു കാലത്ത് മനുഷ്യൻ ചെയ്യാത്ത ഡയലോഗുകൾ ഈ മനുഷ്യർ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു കപ്പാസിറ്റിയിൽ ദൈവത്തോട് സംവേദിക്കും. മറ്റ് പല കാലഘട്ടങ്ങളെക്കാളും ഇന്ന് സംവേദനശേഷി കൂടി മനുഷ്യനെ ഞാൻ ഉടമ്പടിയിൽ നിന്ന് മനസ്സിലാക്കിയത്, എത്ര യുവാക്കന്മാരും യുവതികളുമാണ് ദൈവത്തോട് ഒരു മോസസിൻ്റെ കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മോശ ഒരു സ്നേഹിതനോട് എന്ന പോലെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 33:11. പുറപ്പാട് പറഞ്ഞേ. പുറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. ഇപ്പൊ കർത്താവ് സംസാരിച്ചതുപോലെ തന്നെ മോസസും അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. മോസസും ഇതുപോലെ തന്നെ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. കാര്യം, ഞങ്ങളെ ഈ മരുഭൂമിയിൽ നീ ഇവിടെ ഇവർ മരിച്ചു വീഴുകയാണെങ്കിൽ നിൻ്റെ ശത്രുക്കൾ ഫറവോ പറയും, അവരുടെ ദൈവം അവരെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു. പക്ഷേ കാനാൻ ദേശത്ത് എത്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് മരുഭൂമിയിൽ വെച്ച് അവർ കൊന്നു കളഞ്ഞെന്ന് പറയും. അങ്ങനെ വരുമ്പോൾ നിനക്ക് ഷെയിമാവും. നിനക്ക് ഷെയിമായാൽ ഞാൻ പിന്നെ നിൻ്റെ പേരിലൂടെ ജീവിച്ചിരുന്നതിൻ്റെ കാര്യമില്ല. എന്നെ നീ ആദ്യം കൊല്ലണം, അല്ലെങ്കിൽ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മാറ്റണം. അവൻ സ്നേഹിതനോട് എന്ന പോലെ ദൈവം മാത്രമല്ല, മോസസും ദൈവത്തോട് സംസാരിച്ചു. ഇങ്ങനെ മോസസിനെ പോലെ ദൈവത്തോട് സംസാരിക്കുന്ന ഉടമ്പടി വാഹകരുടെ എണ്ണം ഇപ്പോൾ കൂടുതലാണ്. എല്ലാവരും അവർ ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണ കാണാം. ഇപ്പോൾ ഡീന മറിയം എന്താ പറയണത്? കർത്താവേ, ഞാനൊരു ഡേറ്റ് ഇടും മാർച്ച് 27. മാർച്ച് 27-നുള്ളിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം. ഞാനത് വിശ്വസിക്കുന്ന. അപ്പോൾ ഈ മാർച്ച് 27 പറഞ്ഞ ആ ഡേറ്റ് ഇവരിടുകയാണ്. ആ ഡേറ്റ് ദൈവം ഹോണർ ചെയ്യണോ? നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. അതായത് 7.5 ലക്ഷം ആപ്ലിക്കൻറ്റിൽ നിന്ന് 65,000 ഉള്ളൂ. 65,000 ഇതിൽ ലോട്ടിട്ട് വരേണ്ടത്. അതിലിവരുടെ പേര് ഉൾപ്പെടണ തന്നെയല്ല. ഡീന മറിയം പറയണത് എന്താണ്? അവൾ പറയുന്ന ഡേറ്റിന് കർത്താവ് ഓണർ ചെയ്യാമെന്നാണ് പറയണത്. അതാണ് പ്രശ്നം. ഈ വിസ തന്നാൽ പോരാ, എൻ്റെ ഡേറ്റ് തരണം. കാര്യം ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോരേണ്ടി വരും. അതാണ് പ്രശ്നം. ഞങ്ങളുടെ ജീവിതം ലിവിങ് ഓൺ ദി എഡ്ജിൽ നിൽക്കുകയാണ്. ഈ ഡേറ്റാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് പ്രധാനപ്പെട്ടതാണ്. എന്താ കാര്യം? സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് 10:08 സൂചി കാണിച്ചാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അതിൽ നിന്നാണ് ഈ ഡേറ്റ് വരണത്. നമ്മൾ കൃപാസനത്തിൽ ഡേറ്റ് വരാൻ കാരണം വെറുതെ ഒരു സുപ്രഭാതത്തിൽ ആർക്കെങ്കിലും തോന്നിയ ഒരു ബുദ്ധിയല്ല. മറിച്ച് ഡേറ്റ്, സമയം, മണിക്കൂർ,
ദിവസം ഒക്കെ ദൈവം അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളെ സമയക്കടികാരമായി നെഞ്ചു ചാർത്തിക്കൊണ്ടാണ് ദൈവ അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റ്, സമയം, നമ്മളുടെ സമയത്തെ ദൈവം ടേക്കപ്പ് ചെയ്യുകയും നമുക്ക് അനുകൂലമായി നിയന്ത്രിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രക്രിയ, ഉടമ്പടി ദൈവം ചെയ്തിട്ടുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നന്ദി പറയുന്നു. ഹല്ലേലൂയ. വാഗ്ദാനം പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദവരമാതാവേ വാസത്തിൻ്റെ അമ്മേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദവരമാതാവേ വാഗ്ദാനപേടകമേ വാഗ്ദാനപേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദവരമാതാവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഈ ദൈവാരാധനയിലെല്ലാം എപ്പോഴെങ്കിലും സ്നേഹം നിറയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാമീപ്യമോ സാന്നിധ്യമോ തൊട്ടറിവ് കിട്ടാൻ സമയമായി നടത്താം. ദൈവാരാധനയിലും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കാൻ പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഉത്തരം തൊട്ടടുത്ത് വന്നിരിക്കുന്നു എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കണത്? നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറയണം. വെരി സിമ്പിളാണ്. നമ്മുടെ ഉള്ളിൽ ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുന്നു, നിങ്ങൾക്ക് ദൈവസ്നേഹം നിറയണില്ല, നിങ്ങൾക്ക് എന്ത് വസ്തു വിൽക്കാൻ പറ്റുക എന്നുള്ള ആദ്യം മാത്രമേ ഉള്ളൂ. ഈ സംഭവം ഇപ്പോഴും നടക്കത്തില്ല. ഇതാണ് വിഷയമാണ്. നിങ്ങളിൽ അതായത് നിങ്ങളിങ്ങനെ പ്രവർത്തിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യമുണ്ടായി. സാക്ഷ്യം എന്ന് വെച്ചാൽ വളരെ ഇപ്പോൾ ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരു പള്ളിപ്പുറത്തുകാരി ചേർത്തക്കാരത്തിയാണ്. അവളുടെ പേര് ആൽഫിയ. ആൽഫിയയുടെ സാക്ഷ്യം. ആൽഫിയ വളരെ ഒരു +2 വിദ്യാർത്ഥിയാണ്. ഈ +2 വിദ്യാർത്ഥി അവൾക്ക് UK പോയി പഠിക്കണം. അവളുടെ വീട്ടിലെ പ്രമാണം 8 ലക്ഷം രൂപയ്ക്ക് കടത്തിലാണ്. പിന്നെ എങ്ങനെ ബാങ്കിൽ ലോൺ കിട്ടണം? UK പോയി പഠിക്കണമെങ്കിൽ, ഡിഗ്രിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ 38 ലക്ഷം രൂപ വേണം. ഈ 38 ലക്ഷം രൂപ വേണം. അതേസമയം തന്നെ ബാങ്ക് ഉള്ള പ്രമാണം ബാങ്കിൽ ലോൺ ഇരിക്കുകയാണ്. 8 കൊല്ലമായിട്ട് അതിന് പലിശയും കയറിയിരിക്കുകയാണ്. പക്ഷെ എന്തെങ്കിലും ഈ കുഞ്ഞ് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, കർത്താവ് എനിക്ക് അവിടെ ഈ ഉടമ്പടി വരുമ്പോൾ നമ്മൾക്ക് എന്തും ആഗ്രഹിക്കാൻ പറ്റുമെന്ന് തോന്നണേ. കാര്യം കണ്ടില്ലേ, ഇവരുടെ ഈ ഹിസ്റ്ററി കണ്ടില്ലേ, അവർക്ക് ഉള്ള പ്രമാണം വീടിൻ്റെ വീടിരിപ്പ് സ്ഥലവും കൂടി ബാങ്കിലാണ്. 8 വർഷമായിട്ട് അവൻ്റെ പലിശ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇവളുടെ പ്രശ്നം എന്താണ്? ഇവൾക്ക് +2 കഴിഞ്ഞിട്ട് UK പോയി പഠിക്കണം. കാര്യം ഇവിടെ ജോലി കിട്ടുമെന്ന് അവർക്കൊരു ഉറപ്പില്ല. പക്ഷേ UK പോകണമെങ്കിൽ 38 ലക്ഷം രൂപ വേണം. ഈ 38 ലക്ഷം രൂപ ഇവൾ എന്താ ചെയ്യണത്? ഈ 38 ലക്ഷം രൂപയെ ലൈറ്റ് വെയ്റ്റിംഗ് ആക്കി എടുക്കുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ട്. അത് ഭയങ്കര രസമാണ്. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ട ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന പത്രമൊക്കെ എടുത്തിട്ട് അവൾ സ്വന്തമായിട്ട് വിതരണം ചെയ്യാൻ തുടങ്ങും. പത്രം എടുത്തിട്ട് സ്വന്തമായിട്ട് വിതരണം ചെയ്യും. മറ്റുള്ളവരുടെ പത്രമേ, ചില ആൾക്കാർക്ക് പത്രയും അടിച്ചുകളൊക്കെ ഉണ്ടാവില്ല, അവരെവിടെയെങ്കിലും കൊണ്ടുവച്ച് ചാണ്ടി പോരരുതില്ലേ. നിങ്ങൾ പത്രം ചാണ്ടിയാൽ അതോടുകൂടി നിങ്ങളുടെ വിഷയവും ദൈവം എടുത്ത് ചാണ്ടിക്കളയും. ഒരു സംശയമില്ല. കാര്യം ദൈവസ്നേഹമില്ലല്ലോ. കാര്യം ദൈവസ്നേഹം അകപ്പാട് ഇതിനകത്തുള്ള ദൈവസ്നേഹ പ്രവർത്തനം പത്രത്തിൻ്റെ പ്രേക്ഷ പ്രവർത്തനമാണ്. കാര്യം ഇപ്പോൾ രോഗികളെ നിങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞാൽ പോലും ആ രോഗിയെ മാത്രമേ നിങ്ങളുടെ ദൈവസ്നേഹം അനുഭവിക്കുന്നുള്ളൂ, നിങ്ങളുടെ സാന്ത്വനം അനുഭവിക്കുന്നുള്ളൂ. പക്ഷേ പത്രം അങ്ങനെയില്ല. പത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 പേര് ദൈവത്തിലേക്ക് തിരിച്ചു വരും. അപ്പോൾ 10 പേര് ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നത് കൊണ്ടാണ് അത് പ്രേക്ഷിത വേലയായിട്ട് മാറുന്നത്.
അപ്പം പ്രേക്ഷിത ശ്രുതിക്കണം ഹല്ലേലൂയ യേശുവേ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസ്നേഹത്തോടെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, ദൈവികമായിട്ട് പത്രവിതരണം ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മളറിയാം. നിങ്ങൾക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്ന് ചെന്നർത്ഥം കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. കാരണം ഇതിൽ ഉടമ്പടിയിൽ ഏറ്റവും ടോപ്പ് പ്രേക്ഷിത പ്രവർത്തനം അത് പത്രപ്രവർത്തനമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് കാണുന്നവർ ഒന്ന് അത് ചെയ്യാൻ ഇത്തിരി പാടാണ്. ഇപ്പോൾ രോഗിനൊക്കെ ശുശ്രൂഷിക്കുക, അല്ലെങ്കിൽ അവരുടെ ഉടുപ്പ് കലക്കി കൊടുക്കുക, നഖം വെട്ടി കൊടുക്കുകയൊക്കെ അവിടെ പോയിരുന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതിനൊരു 25 മാർക്ക് കിട്ടുകയാണെങ്കിൽ പത്രപ്രവർത്തനം ചെയ്യണമെങ്കിൽ 75 മാർക്ക് കിട്ടും. അതാണ് വ്യത്യാസം വരണത്. ഇതാണ് ചില ആൾക്കാർക്ക് തോറ്റുപോണത്. അതാണ് അവർ രോഗികളെ കാണും, ദാനധർമ്മം ചെയ്യും, വസ്ത്രം കൊടുക്കും, പക്ഷേ പത്രം മാത്രം എവിടെയും കൊണ്ടുവച്ച് കൊടുത്തും അവിടെ നിന്ന് ഓടിക്കളയും. ആൾക്കാരെ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് അതൊരു 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നിങ്ങൾ വെറും 2 മാർക്കാക്കി മാറ്റിക്കളയും. കാര്യം ഒന്നാമത്തിൽ പത്രം ഒരുമിച്ച് വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് തരേണ്ട 18 പത്രമാണെങ്കിൽ 18 പേർക്കാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഓരോരുത്തർ കൊണ്ട് വെച്ച് ആൾക്കാർ എടുത്തുകൊണ്ട് പോയിക്കൊന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ അവിടെ നിന്ന് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുമായിരിക്കും, പക്ഷേ അതല്ല പ്രശ്നം. നിങ്ങളത് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ദൈവസ്നേഹം വേണം. അതാണ് പ്രശ്നം. അത് കൊടുക്കണമെങ്കിൽ ദൈവസ്നേഹം വേണം. കാര്യം നിങ്ങളുടെ ചമ്മൽ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിമാനം, ഇതിനെല്ലാം വ്യയം ചെയ്യാതെ ദൈവസ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവസ്നേഹം ഈസിയായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ നമ്മുടെ അഭിമാനം അഴിച്ചു വെക്കേണ്ടി വരും. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ധരിക്കുമെന്നുള്ള നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയുടെ പേര് അഹങ്കാരമെന്നാണ്. വേറെ ഒന്നുമല്ല. മറ്റുള്ളവരെന്ത് ഓർക്കും? ഞാൻ ഇത്രയും വിദ്യാഭ്യാസം എനിക്കില്ലേ, ഞാൻ നല്ല കുടുംബത്തിൽ പിറന്നയാളല്ലേ, അപ്പോൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ഓർക്കും എന്ന് പറയണത് നിന്നെക്കുറിച്ചുള്ള നിൻ്റെ ഓർമ്മയാണ്, മറ്റുള്ളവരുടെ ഓർമ്മയല്ല. അതിനെ പച്ച മലയാളത്തിൽ അഹങ്കാരം എന്നാണ് പറയണത്. വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഈ 10, 18, 20 പത്രമാണെങ്കിലും ഈ 18 പേർക്ക് കൊണ്ടുനടന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് എനിക്ക് ചമ്മൽ തോന്നുന്നുണ്ട് കേട്ടാ. പക്ഷേ കുരിശ് തുണിയില്ലാതെ കിടന്ന നിൻ്റെ ചമ്മലിനേക്കാൾ വലുതല്ല എൻ്റെ ചമ്മലെന്ന് തോന്നണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾക്ക് ഇത്തിരി സാമ്പത്തികം മുടക്കുള്ളതും ഇത്തിരി കഷ്ടപ്പാട് മുടക്കുള്ളതും ഈ പത്രപ്രേക്ഷിതത്തിലാണ്. അതിലാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം ആൾക്കാർ വായിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, ഇന്നിവിടെ വന്നിരിക്കുന്ന മനുഷ്യരുടെ 80% ആൾക്കാർ, അല്ലെങ്കിൽ ഒരു 50-60% ആൾക്കാരും പത്രം കണ്ടും വായിച്ചും വരണതാണ്. എന്താ കാര്യം? അവരുടെ ഉള്ളിലേക്ക് ദൈവത്തെ കൈമാറുന്ന ഏറ്റവും കാര്യം പത്രം ഇടുമ്പോൾ തന്നെ ഒരു 100-120 സാക്ഷ്യം വരികയുടെ ബുദ്ധിയും ബോധമുള്ള ചിന്തിക്കുമല്ല. ദൈവമേ, എല്ലാ മാസവും ഇത്രയും സാക്ഷ്യമാണ്. ആരും ചിന്തിക്കല്ലേ? ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത സംഭവമാണ്. എല്ലാ മാസവും 100-150 സാക്ഷ്യമാണ് വരണത്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കണ്ണീരണിഞ്ഞ മുറിവേറ്റ് തകർന്നു പോയ മനുഷ്യരെല്ലാം ഈ ദൈവത്തിൻ്റെ സമാശ്വാസത്തിലേക്ക് കടന്നു വരും നിങ്ങൾ വഴി. അപ്പം നിങ്ങൾ വഴി വരുമ്പോൾ നിങ്ങളപ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാൻ ഈ പത്രം കൊടുക്കുക മാത്രമല്ല, ഈ പത്രം വായിക്കുന്നവർ നിന്നെ തിരക്കി വരണം. അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിക്കണതെന്ന് നീ ദൈവത്തോട് സംസാരിക്കണം. പറഞ്ഞേ, കർത്താവേ, ഞാൻ വഴി പത്രപ്രേക്ഷിതത്വം നടത്തുമ്പോഴേ അത് വായിക്കുന്നവര് അവരുടെ സങ്കടകാലത്ത് നിന്നെ തിരക്കി വരാൻ, നിന്നെ അനുഭവിക്കുവാൻ നീ എന്നെ അഭിഷേകം ചെയ്യണമേ. ഞാൻ വഴി ആയിരക്കണക്കിന് മനുഷ്യര്
ആയിരക്കണക്കിന് മനുഷ്യര് നിന്നെ അറിയുവാൻ എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ ജ്വലിച്ച് പ്രവർത്തനം ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ദൈവത്തിന് തോന്നണം നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നണം. ഇപ്പം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ചിട്ട് 10 കിട്ടിയ പത്രം എവിടെയെങ്കിലും മൂലയ്ക്ക് വെച്ച പള്ളിയിൽ വെച്ചാൽ നീ അവിടുന്ന് മാറിക്കളയുകയാണെങ്കിൽ അത് വെച്ചിട്ട് പോരുകയാണെങ്കിൽ ദൈവത്തിന് തോന്നും നിങ്ങൾക്ക് ദൈവത്തെ പങ്കുവെക്കാൻ വേണ്ടി നിങ്ങൾക്ക് ദുരഭിമാനമാണ് എന്ന് ദൈവത്തിന് തോന്നും. അതോടുകൂടി നിൻ്റെ ഉടമ്പടി എല്ലാം കൊളാപ്സ് ആകും. കാര്യം അത് വെച്ചാണ് അസസ്മെൻ്റ് നടക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനം, ആത്മാക്കളുടെ വീട്ടിലേക്കുള്ള പ്രേക്ഷിത പ്രവർത്തനം വെച്ചാണ് അസസ്മെൻറ്റ് നടക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടത്തേക്ക് നോൺ ക്രിസ്ത്യൻസ് ഇത്രയും ഹാർവസ്റ്റ് ചെയ്യണത്? അവർ ധൈര്യമായിട്ട് കർത്താവിൻ്റെ വേല അതിഗംഭീരമായിട്ട് ദൈവസ്നേഹത്തോട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഹണി എന്നും പറഞ്ഞൊരു മോൾ സാക്ഷ്യം പറഞ്ഞില്ലേ, ഇപ്പോൾ 97 അവളുടെ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ സാക്ഷ്യം 97,000 പേര് കാണുകയാണ്. അപ്പോൾ ഇന്നത്തത് കൊണ്ട് 1,00,000 പേര് ഹണിയുടെ സാക്ഷ്യം കാണും. എന്തുകൊണ്ട് ഹണിയുടെ സാക്ഷ്യം 1,00,000 പേര് ഒരു 2 ദിവസം കൊണ്ട് തന്നെ 1,00,000 പേര് കാണുന്നത്? അത് ഇടിച്ചു കുത്തിയാണ് ഇത് പറയണത്. അത് ഇവിടെ നിന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇങ്ങനെ ഇവിടെ മുഴുവനും അഭിഷേകം ഇങ്ങനെ നിറയാൻ, ഇവിടെ മുഴുവനും അഭിഷേകം നിറയണം. കാരണം വെച്ചാൽ അവർ പറയണതിൻ്റെ കാര്യം അവരവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കുറേ കാര്യമുണ്ട്. കാര്യം ഞാൻ കർത്താവിൻ്റെ അടുത്ത് വന്നൊരു സാഹചര്യമുണ്ട്. അതെൻ്റെ ഭർത്താവിന് 85% നടുവിൽ ഒടിഞ്ഞിരിക്കുന്ന കാലത്താണ്. മരിച്ചു പോകുന്നതിൻ്റെ ഒരു അപകടം വന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ 85% നട്ടലിൻ്റെ 80% ഡാമേജായി. അങ്ങനെ ഒരു സമയത്ത് ഞാൻ വരണത്. പിന്നെയും കുറേ ഡാമേജുകൾ വരും. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ കർത്താവിൻ്റെ അടുത്ത് വരണത്. പക്ഷേ കർത്താവിൻ്റെ അടുത്ത് വന്ന് അവൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് പെട്ടെന്നാണ് ഈ ഭർത്താവിൻ്റെ ഓപ്പറേഷൻ പോലും ഇല്ലാതെ 4 ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ്. 4 ഓപ്പറേഷൻ, മേജർ ഓപ്പറേഷൻ വേണമെന്ന സംഭവം അവളെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. കർത്താവിൽ അവൾ ദൈവസ്നേഹമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, വിശ്വാസമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിൽ കർത്താവ് ഒറ്റ ഓപ്പറേഷൻ ഇല്ലാതെ ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നടത്തി. ശ്രുതികട ഹല്ലേലൂയ. ഈ ദൈവസ്നേഹം ഇങ്ങനെ അഭിഷേകമായി കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്നൊരു വർത്തമാനമുണ്ട്. ഞാൻ വിചാരിച്ചത് അമ്മയാണ് ദൈവമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി അമ്മയാണല്ലോ ഈശോൻ്റെ കൈ എൻ്റെ കയ്യിൽ വെച്ച് തന്നത്. ഇപ്പോൾ ഞാൻ ഈശോയോടാണ് സംസാരിക്കുന്നത്. കണ്ടില്ലേ എത്ര മനോഹരമായി പുതിയ തലമുറ യുവാക്കന്മാർ ദർശനം ലഭിച്ചതുപോലെ ആധ്യാത്മിക പക്വതയോടുകൂടി ദൈവത്തോട് സംസാരിക്കുന്നത് അത്ഭുത പദ്ധതിയാണ് ഉടമ്പടി. ശ്രുതികട ഹല്ലേലൂയ. നമ്മുടെ സ്പിരിച്വൽ ആനിമേറ്റർ ഫാദർ ക്ലിന്റൺ സാംസൺ ഇന്ന് രാവിലെ കുർബാനയ്ക്ക് പ്രസംഗിച്ചപ്പോൾ ഞാൻ ചിരിച്ചു പോയി. വെച്ച് കഴിഞ്ഞാൽ ഈ ഹണിയുടെ സാക്ഷ്യവും അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ തമ്മിൽ ഭയങ്കര ഇൻ്റർകണക്റ്റഡ് ആണ്. എന്താ പറഞ്ഞത്? അപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം 1:38 കർത്താവ് ചോദിക്കുന്നുണ്ട് അപ്പോസ്തലന്മാരോട്, തന്നെ അന്വേഷിച്ച് വരുന്ന അപ്പോസ്തലന്മാരോട് എന്താ ചോദിക്കണത്? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ ഹണി അന്വേഷിച്ചത് എന്താണ്? അവളുടെ ഭർത്താവിൻ്റെ സൗഖ്യമാണ് അന്വേഷിച്ചത്. അവസാന ഘട്ടത്തിൽ മേരി മഗ്ദലിൻ ഈശോയോട് അന്വേഷിക്കുന്നുണ്ട്. 20:15 യോഹന്നാൻ്റെ സുവിശേഷം മേരി മഗ്ദലിനോട് ഈശോ ചോദിക്കും, നീ ആരെ അന്വേഷിക്കുന്നു? അപ്പോൾ ക്രിസ്തു അനുഭവത്തിൻ്റെ ഒരു യാത്രയാണ്. ആദ്യം നമ്മളുടെ സങ്കടങ്ങളെ ദൈവം കേൾക്കുന്നു, നമ്മൾ ദൈവത്തിൽ നിന്ന് ആനുകൂല്യവും അനുഗ്രഹങ്ങളും കൈപ്പറ്റുന്നു. പിന്നീട് അതിലൂടെ പിടിച്ചു കയറി അവസാനം നമ്മൾ ദൈവത്തെ തന്നെ അനുഭവിക്കുന്നു, ദൈവമായ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു. അതാണ് മേരി മഗ്ദലിനോട് ചോദിക്കുന്നത്, നീ ആരെ അന്വേഷിക്കുന്നു? അപ്പോഴവൾ പറയുന്നൊരു വാക്കുണ്ട്, അതിലാണ് അന്വേഷണത്തിൻ്റെ അനുഭവം ഇരിക്കുന്നത്. അവളെന്താ പറയണത്? അതായത് 20:15 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. അവൾ പറഞ്ഞു,
പ്രഭു അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ. പറഞ്ഞേ. അതായത് കർത്താവിൻ്റെ കല്ലറയിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കണത്? പ്രഭു അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ. അങ്ങ് പറഞ്ഞേ. അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ. എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അതായത് കർത്താവിൻ്റെ കല്ലറയിൽ ഇവർ വെളുപ്പാങ്കാലത്ത് അന്വേഷിച്ച് വരികയാണ്. സുഗന്ധ തൈലങ്ങളൊക്കെ ഇട്ട് വരുന്നു. അപ്പോൾ സുഗന്ധ തൈലവുമായി കർത്താവിൻ്റെ ശരീരത്തിൽ സാപത്ത് കാലമായത് കാരണം വെള്ളിയാഴ്ച രാത്രി അത് പൂശാൻ കഴിഞ്ഞില്ല. 6 മണി കഴിഞ്ഞ് ഉടനെ ശനിയാഴ്ചയാവും. അപ്പോൾ സാപത്താവും. പിന്നെ പൂശാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ, അത് പണ്ട് കർത്താവിനെ സ്നേഹിച്ചിട്ടും പോരാഞ്ഞെന്ന് തോന്നി. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പോരെന്ന് തോന്നണം, മതിയായെന്ന് തോന്നരുത്. അതാണ് യഥാർത്ഥ സ്നേഹം. എത്ര സ്നേഹിച്ചാലും പോരെ എന്ന് തോന്നണം ദൈവത്തോട്. ദൈവമേ, നിൻ്റെ ഉടമ്പടി ഇന്ന് അത് ക്രാക്കാവും, ഇന്നത് ഫയറാകും. എന്തിനാണെന്നറിയാവോ? നീ ദൈവത്തെ സ്നേഹിച്ചിട്ട് ഇനിയും പോരെന്ന് നിനക്ക് തോന്നിയ. ശ്രുതികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇതാണ് ഇതിൻ്റെ ഒരു മർമ്മം എന്ന് പറയണത്. ഉടമ്പടി എത്ര എടുത്താലും എന്തെല്ലാം പ്രവർത്തനം നീ ചെയ്താലും പിന്നെ നിൻ്റെ മനസ്സിൽ കർത്താവിനെ വേണ്ട വിധം സ്നേഹിച്ചില്ലല്ലോ, അവനെ അർഹമായ രീതിയിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വീണ്ടും സ്നേഹിക്കാൻ ഉള്ള അസൈൻമെൻറ്റുകൾ ബാക്കി നിൻ്റെ ഹൃദയത്തിൽ കുടിശ്ശികയായി കിടക്കുന്നുണ്ടോ? കർത്താവിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയതിൻ്റെ കുടിശ്ശിക ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദൈവവേദന ഇന്ന് നിൻ്റെ ഉടമ്പടി ഫയറാകും. കൈയടി ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് പാടുക. അസസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മളെപ്പോഴും അസസ്മെൻറ്റിൻ്റെ മുമ്പിലാണ് ശരിക്കും പറഞ്ഞാൽ. ദൈവത്തിൻ്റെ ഒരു വിചാരണയുടെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈശോ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, യോഹന്നാൻ 5:42. ശ്രുതിക്കട്ടെ. യോഹന്നാൻ 5:42. എനിക്ക് നിങ്ങളെ അറിയാം. പറഞ്ഞേ. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്നത് ഒരു വേർഡ് എപ്പോഴും ഷാഡോ വേർഡ് എന്ന് വെച്ചാൽ എപ്പോഴും പറയും. എന്നുവെച്ചാൽ ഓരോ വേർഡിൻ്റെയും അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ദൈവവചനം തന്നെയായിരിക്കും. ഓരോ വേർഡിനും അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡുണ്ട്, അതും ദൈവവചനം തന്നെയായിരിക്കും, എഴുതപ്പെടാത്ത ദൈവത്തിൻ്റെ വചനം. അതെന്താണ്? ഇപ്പം യോഹന്നാൻ 5:42 എന്താ പറയണത്? എനിക്ക് നിങ്ങളെ അറിയാം. പറഞ്ഞേ. എനിക്ക് നിങ്ങളെ അറിയാം. എന്തറിയാം? നിങ്ങളിൽ ദൈവസ്നേഹം ഇല്ല. ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹം ഉണ്ട്. അതാണ് എൻ്റെ ഓപ്പോസിറ്റ് വേർഡ്. കർത്താവിൻ്റെ അസസ്മെൻറ്റിൽ വരുമ്പോൾ ഈ ഒരു അസസ്മെൻറ്റ് നമുക്ക് കിട്ടണം. എന്താണ്? എനിക്ക് നിന്നെ അറിയാം, നിന്നിൽ ദൈവസ്നേഹം ഉണ്ട്. അതാണ് വിഷയം. ദൈവം നോക്കണത് അതാണ്. ദൈവം നോക്കണത് എനിക്ക് നിന്നെ അറിയാം. പറഞ്ഞേ. എനിക്ക് നിന്നെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹം ഇല്ല എന്ന് പറയുന്ന കർത്താവ് തന്നെ മറിച്ചും പറയും. എന്താണ്? എനിക്ക് നിന്നെ അറിയാം. ആരോട് പറഞ്ഞാണ്? മേരി മാഡലിനോട് പറഞ്ഞിരിക്കുന്നതാണ്. എന്താണ്? എനിക്ക് നിന്നെ അറിയാം. മനസ്സിലായി? നിനക്കറിയത്തില്ല, നീ ഇപ്പോഴും പറയണത് ഞാൻ തോട്ടക്കാരനാണെന്നാണ് പറയണത്. പക്ഷെ ഐ നോ യു. എങ്ങനെയാണ് എനിക്ക് നിന്നെ അറിയാവുന്നത്? നീ എന്താ ചോദിച്ചത്? പ്രഭു. പറഞ്ഞേ. പ്രഭു അങ്ങാണ്. അവനെ എടുത്തോണ്ട് പോയെങ്കിൽ എന്നോട് പറയുക, ഞാൻ വന്ന് അവനെ എടുത്തോണ്ട് പോകാം. അതെന്താണ്?
അത് ആ ഒരൊറ്റ വാക്കിൽ തന്നെ ഈശോ പറയും, എന്താണ്? എനിക്ക് നിന്നെ അറിയാം. എന്താണ്? നിന്നിൽ ദൈവസ്നേഹം ഉണ്ട്. എൻ്റെ ദൈവത്തിൽ എന്നാണ് നിനക്ക് സാധാരണ ലെവലിനേക്കാളും ഒരു കോമൺ പീപ്പിളിനേക്കാളും ഉയർന്ന നിലവാരം ദൈവസ്നേഹം നിറയുന്നുവോ അന്ന് ഉടമ്പടി ഫയറാകാൻ തുടങ്ങും. കാര്യം ഇത് ഉടമ്പടിയാണല്ലോ, ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ, പേഴ്സൺ ടു പേഴ്സൺ എഗ്രിമെൻ്റ് അല്ലേ. ദൈവം ഒരു പേഴ്സൺ, നമ്മളൊരു പേഴ്സൺ, നമ്മളും ദൈവവും തമ്മിലുള്ള ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. പക്ഷേ അതിന് കപ്പാസിറ്റി ഉള്ളവർ മാത്രമേ ആ പണിക്ക് പോകാവൂ. എന്താണ്? ആദ്യം നമ്മൾ അസസ് ചെയ്യണം, ഇതിനുള്ള ദൈവസ്നേഹം എന്നിലുണ്ടോ, ഒരു ഉടമ്പടി ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവസ്നേഹമുണ്ടോ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങ് ഞാനുമായി ഒരു ഉടമ്പടി ജീവിതത്തിന് ആവശ്യമായ അമിത സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. അപ്പൊ ഈ മേരി മാഡം എന്താ പറയണത്? പ്രഭു തോട്ടക്കാരനാണെന്ന് വിചാരിച്ചോണ്ടേ കരഞ്ഞോണ്ട് നിൽക്കല്ലേ ആള്, കല്ലറയിൽ കരഞ്ഞോണ്ട് നിൽക്കുകയല്ലേ. അപ്പം ഈ ചില്ലിപ്പാളി, കണ്ണീരിൻ്റെ ചില്ലിപ്പാളിക്ക് ഉള്ളിലൂടെയല്ലേ കർത്താവിനെ കാണുന്നത്. അത് തോട്ടക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് തോന്നിയിട്ട് അവൾ പറയും, പ്രഭു അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്നോട് പറയുക. അപ്പം ഉയർത്തെഴുന്നേറ്റ കാര്യം അവൾക്ക് അറിയത്തില്ല, അവളോട് കർത്താവ് അത് പറഞ്ഞിട്ടില്ല. അവൾക്ക് ആ വേദപാഠം അറിയത്തില്ല, അവൾക്ക് ആ ദൈവശാസ്ത്രം അറിയത്തില്ല. ഇതെല്ലാം കേട്ട കക്ഷികൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതാണല്ലോ സഭയുടെ അവസ്ഥ ഇപ്പം. ഇതെല്ലാം അറിയാവുന്ന കക്ഷികൾ ഉറക്കം തൂങ്ങുകയും ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർ കയറി സുവിശേഷ വേല നടത്തുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന വലിയൊരു സാക്ഷ്യ കൂടാരമാണിത്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ജീവിതം അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സഭയിൽ ഒരു കാര്യം മാത്രമാണ് ഏറ്റവും വലുതായിട്ട് അറിയേണ്ടത്. എന്താണ് അറിയേണ്ടത്? ദൈവത്തെ സ്നേഹിക്കാൻ. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. 17:3 എടുത്ത് യോഹന്നാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. യോഹന്നാൻ 17:3 ഏകസത്യദൈവമായ അവിടുത്തെയും പറഞ്ഞേ, ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പൊ ഈ എങ്ങനെയാണ് അറിയണത്? എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹം ഇല്ല എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അറിയണത് സ്നേഹത്തിലൂടെയാണ് അറിയണത്. നിത്യത വരെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നിനക്ക് ദൈവത്തോടുള്ള സ്നേഹത്താലാണ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഈ സ്നേഹം വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? സ്നേഹം വർദ്ധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം വർദ്ധിക്കുന്നു, ഉടമ്പടി ഫയറാകാൻ പോകുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. ദൈവസ്നേഹം വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന സംഭവമുണ്ട്. എന്താണ്? നമുക്ക് എളിമ രൂപപ്പെട്ടു വരും. മനസ്സിലായി? നമുക്ക് സ്നേഹ പാരവശ്യം മാത്രമല്ല. ഇപ്പം ഹണിയുടെ സാക്ഷ്യത്തിൽ അതാണ് പറയണത്. ഹണി എന്താ പറയണത്? ഞാനിപ്പോൾ ഈശോയോട് നേരിട്ട് സംസാരിക്കുകയാണ്, എനിക്ക് മനസ്സിലായി ഈശോയെ സ്നേഹിക്കുമ്പോൾ ദൈവഹിതം അറിയാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കേട്ടോ, ഈ മനുഷ്യരൊക്കെ ഇപ്പോൾ ദൈവഹിതം അറിഞ്ഞാണ് ജീവിക്കണത്. ദൈവഹിതം, അതായത് ഒരു വ്യക്തി ആധ്യാത്മികമായി ജീവിക്കണത് എങ്ങനെയാണ്? ദൈവഹിതം അറിഞ്ഞാണ് ജീവിക്കണത്. അതായത് ഇതിനകത്ത് വേറെ രസമുണ്ടായി. ഈ ദിവസങ്ങളിൽ നന്ദന കട്ടപ്പനയെന്നൊരു മകള് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കർത്താവേ എനിക്ക് കല്യാണം ഒക്കണില്ലെന്ന് നിനക്കറിയാം, പക്ഷെ നീ ആഗ്രഹിക്കാത്ത ചെറുക്കൻ എനിക്ക് ആവശ്യമില്ല. നന്ദനയാണ്. നന്ദനെ ആര് പഠിപ്പിച്ചത്?
നന്ദന പറഞ്ഞ കർത്താവേ എനിക്ക് കല്യാണം നോക്കണില്ലെന്ന് നിനക്കറിയാം, പക്ഷേ ഈ ചെറുക്കൻ നീ ആഗ്രഹിക്കുന്ന ആളാണെന്ന് എന്നോട് പറയണം. ഞാൻ നിനക്ക് 10 ദിവസം തരാം. 10 ദിവസത്തിനുള്ളിൽ, കുറേ നാളായിട്ട് ഇവർ വിളിക്കാതിരിക്കുകയാണ് ചെറുക്കൻ്റെ ആൾക്കാർ. 10 ദിവസത്തിനുള്ളിൽ അവരെന്നെ വിളിക്കണം. അല്ലെങ്കിൽ ഞാൻ അവനെ പിടിച്ചിട്ട് അവനെയും കൊണ്ടുവന്ന് കൃപാസനത്തിൽ കൊണ്ടുവരും. എന്നിട്ട് ഞാൻ പറയും ഈ കല്യാണം ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു, ദൈവഹിതമല്ലെന്ന് പറയുമെന്ന്. എങ്ങനെ ഉണ്ട് പരിപാടി? പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, സ്നേഹമേ, സ്നേഹമേ, ആരാധന. അപ്പം ഈശോയിലേക്കുള്ള വഴികളിൽ നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ലീപ്പ് കിട്ടുന്നത് എങ്ങനെയാണ്? 2 കാര്യം സംഭവിക്കും. ഒന്ന്, ദൈവസ്നേഹം കൂടും. ദൈവസ്നേഹം കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഇഫക്റ്റായിട്ടാണ് എന്ത് വരണത്? എളിമ വരണത്. ഞാനെപ്പോഴും അതാണ് അവൾ പറയണത്. അതായത് ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു. ഈശോ പറയാത്ത ചെറുക്കനെ കല്യാണം ഞാൻ കഴിക്കത്തില്ല. 10 ദിവസം ഞാൻ ഈശോയ്ക്ക് കൊടുക്കും. എന്നിട്ട് 10 ദിവസത്തിനുള്ളിൽ ആ ചെറുക്കൻ എന്നെ വിളിച്ചില്ല. ഇത്രയും നാളെ കുറേ നാൾ വിളിക്കാതിരിക്കുകയല്ലേ. അപ്പോൾ ദൈവഹിതമാണെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന അവൻ എന്നെ വിളിക്കും. വിളിച്ചില്ലെങ്കിൽ ഞാൻ അവനെ വിളിക്കും. എന്നിട്ട് എന്താണ്? ഞാൻ കൃപാസനത്തിൽ കൊണ്ടുവരും അവനെ. എന്നിട്ട് ഞാൻ അമ്മയുടെ മുന്നിൽ പറയും, നമ്മൾ തമ്മിൽ പിരിയാണ്, ഈ കല്യാണം ദൈവം ആഗ്രഹിക്കണില്ല. അപ്പം ദൈവത്തിനാണ് പ്രാധാന്യം. മനസ്സിലായില്ലേ? അതാണ് ഈ മനുഷ്യൻ്റെ ഈ പ്രയോറിറ്റി ഓഫ് റെഫറൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ദൈവത്തിന് ഉന്നതമായ സ്ഥാനം കിട്ടുമ്പോൾ അതിനർത്ഥം അവളുടെ ജീവിത പങ്കാളിയൊക്കെ ഉള്ളവർ ദൈവത്തെ അവൾ സ്നേഹിക്കുന്നു. അതെന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ അത് പറഞ്ഞില്ല, അടുത്ത സെക്കൻഡിൽ ചെറുക്കൻ അവളെ വിളിക്കും. ശ്രുതികട. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ആ സാക്ഷ്യത്തിൻ്റെ ഹിറ്റ് എന്ന് പറയണത്. അപ്പം ദൈവം ശ്രദ്ധിച്ചു. മോളെ ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണ്, നീ വിഷമിക്കില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ദൈവത്തോട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ, സത്യസന്ധമാണ് നിൻ്റെ ആധ്യാത്മിക ജീവിതമെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു പഞ്ഞവുമില്ല, അതിനൊരു പഞ്ചവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒക്കട്ടെ, കിട്ടിയ കുട്ടി പോയ ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംശയത്തിൽ നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോഴാണ് ദൈവം നമ്മുടെ ഈ ജന്മത്ത് മിണ്ടത്തില്ല. കാര്യം എന്താണ്? നിന്നെ ദൈവം സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിനെ നീ ലൈനിൽ കൊണ്ടുവരണം. അതെന്നുവെച്ചാൽ അതിന് ഇപ്പം തന്നെ ഇപ്പം 20:15 വായിച്ചില്ലേ, അത് തോട്ടക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് മേരി മഗ്ദലിൻ പറഞ്ഞു, പ്രഭു അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്ത് ചെയ്യണം? എന്നോട് പറയുക, ഞാൻ വന്ന് അവനെ എടുത്തുകൊണ്ട് പോകുക. അപ്പോൾ എന്താ വിചാരിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെഡ് ബോഡിയെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. മേരി മാഗ്ദലിനോട് പുനരുദ്ധാനത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടില്ല. പാഷൻ പ്രഡിക്ഷൻസ് എന്ന് പറയുന്ന പീഡാനുഭവ പ്രവചനങ്ങൾ 3 പ്രാവശ്യവും 4 പ്രാവശ്യവും പറഞ്ഞിരിക്കുന്നത്. പത്രോസിനോടും അന്ത്രയോസിനോടും യോഹന്നാനോടും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവനോട് പറഞ്ഞിട്ടില്ല. ഈ പറയാത്ത ആളാണ് ഇപ്പോൾ വന്നിട്ട് പറയണത് കർത്താവിന് പുനരുദ്ധാനത്തെക്കുറിച്ച് അവർക്ക് ഐഡിയ ഇല്ല. അവൾ പറഞ്ഞിരിക്കുന്നത് കർത്താവ് മരിച്ചുപോയി, ഇപ്പോഴേ അവൻ്റെ ബോഡി കാണാനില്ല. അപ്പം അതുകൊണ്ട് അങ്ങാണ്ട് എടുത്ത് മാറ്റിയെങ്കിൽ എന്നോട് പറയണം. തോട്ടക്കാരനോട് അവൾ പറയും. എന്ത് ചെയ്യണം? എന്തിനാണ് ഇവളോട് പറയണത്? ഞാൻ വന്ന്, നിങ്ങൾക്കറിയാമല്ലോ ടൂറിലെ വിശുദ്ധ കച്ചയെക്കുറിച്ച്, കർത്താവിൻ്റെ പുനരുദ്ധാന കച്ചയെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് കർത്താവിൻ്റെ ശരീരത്തിന് 140 റാത്തലുണ്ടെന്നാണ്. 140 റാത്തൽ മീൻസ് നമ്മളുടെ ഒരു 70 കിലോ. അപ്പോൾ 70 കിലോ ബോഡിയാണ് ഈശോയുടെ ബോഡി വെയിറ്റ് എന്ന് പറയണത്. അപ്പോൾ ചീർത്ത് കഴിഞ്ഞപ്പോൾ മേരി മാഗ്ദലിൻ പറയണത് എന്താണ്? ഇപ്പം 3-ാം ദിവസമല്ലേ പറയണത്. അപ്പോൾ ആ ബോഡി ചീർത്ത് കാണും. ആ ചീർത്ത ബോഡി ഇവളൊറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാമെന്നാണ് പറയുന്നത്. ഇവക്കൊന്നും കിട്ടത്തില്ല, ദുർഗന്ധം മാത്രമേ കിട്ടത്തുള്ളൂ. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി നിനക്ക് നഷ്ടമോ കഷ്ടമോ അപമാനമോ കിട്ടത്തുള്ളൂ നീ മനസ്സിലാക്കിയിട്ട് വീട്ടിൽ നീ സ്നേഹിച്ചു കഴിഞ്ഞാൽ പുനരുദ്ധാനത്തിൻ്റെ അനുഭവം നിനക്കുണ്ടാകും. കൈയ്യടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വളരെ സിമ്പിളാണെന്ന് മനസ്സിലായില്ലേ? ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേരി മാഗ്ദലിനെ പോലെ സ്നേഹിക്കുക എന്ന അർത്ഥം.
എപ്പോഴും ബൈബിൾ പറയുന്ന ഒരു വിളിക്കൊരു വെല്ലുവിളിയുണ്ട്. ബൈബിൾ ഒരു വിളിയും ഒരു വെല്ലുവിളിയും കൂടിയാണ് ബൈബിൾ ഉയർത്തുന്നത്. ഇപ്പോൾ യോഹന്നാൻ 1:38 എന്താ പറയണത്? അന്ത്രയോസും പത്രോസും കർത്താവിനോട് ചോദിച്ചു, പ്രഭു അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴെന്താ ഈശോ പറയണത്? വന്ന് കാണുക. ഇത് തന്നെയാണ് നാഥാന്യനോട് പറയണത് 1:46. നാഥാന്യൻ ചോദിക്കും, ബിലീവേഴ്സ് ചോദിക്കും, നസറത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ? ഉത്തരം എന്താണ്? വന്ന് കാണുക. ക്രിസ്തുവിൻ്റെ എല്ലാവിധ ആഭിമുഖ്യങ്ങളിലും എൻകൗണ്ടർ വിത്ത് ജീസസിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് വരികയുണ്ട്, പിന്നെ ഒന്ന് കാണുകയുണ്ട്. വരികയും ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? വന്നാൽ മാത്രം പോരെ, പിന്നെ എന്താണ്? കാണുകയും ചെയ്യണം. വരിക എന്നുള്ളതും കാണുക എന്നുള്ളതും നമുക്ക് നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. വരികണതിന് കഷ്ടപ്പാടുണ്ടല്ലേ? അതാണ് ഓൺലൈൻ ഉടമ്പടിയേക്കാൾ. ഓൺലൈനിൽ ഉടമ്പടി എടുത്താലും ചിലക്ക് ഓൺലൈനിൽ ഉടമ്പടി എടുത്താൽ ഞാൻ സാക്ഷ്യം പറയിപ്പിക്കത്തില്ല. എന്താ കാര്യം? അവർ കണ്ടോ എന്ന് ഞാൻ തിരക്കും. അവർ അതിനുവേണ്ടി വ്യയം ചെയ്തോ? അവരതിനുവേണ്ടി അധ്വാനിച്ചോ? അവർ പത്രം വാങ്ങിച്ച് കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തോ? രോഗികളെ പോയി കണ്ടോ? നമുക്കറിയത്തില്ല ഓൺലൈൻ ഉടമ്പടി. പക്ഷേ ഓൺലൈൻ ഉടമ്പടി അമ്മ ഹോണർ ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും 10ഉം 50ഉം ഓൺലൈൻ ഉടമ്പടിക്കാർ സാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ നല്ല ശരിക്ക് സ്പെൻഡ് ചെയ്തവരാണ്, അവർ വന്നവരാണ്, അവർ കണ്ടവരാണ്. രണ്ടും 2 വിഷയമാണ്. വരിക എന്നുള്ളത് കർത്താവിനെ അറിയാനുള്ള ആഗ്രഹമാണ്, കാണുക എന്നുള്ളത് കർത്താവിന് വേണ്ടി ജോലി ചെയ്യുക എന്നുള്ളതാണ്. 2 2ആണ്. അതാണ് ഈ മേരി മാഡലിൻ ചെയ്യണത്. അവൾ വന്നു, പിന്നെ എന്താണ്? കണ്ടു. കണ്ടിട്ട് എന്ത് പറഞ്ഞു? കണ്ടതിൻ്റെ എൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് വൈസ് എന്താണത്? ഞാൻ വന്നവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം. കുറച്ചുകൂടി മാന്യമായ രീതിയിൽ ഞാൻ അവനെ സുഗന്ധ പൂശിക്കൊണ്ട് അവൻ്റെ മാന്യതയ്ക്ക് അർഹമായ വിധത്തിൽ ഞാൻ അവൻ വീണ്ടും സംസ്കരിക്കാം എൻ്റെ സ്നേഹത്തോടെ. എന്തോ ഒരു സംഭവമാണ്. ഒന്നും കിട്ടുമെന്ന് അറിഞ്ഞിട്ടല്ല, അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു കാതലാണ് മേരി മാഗ്ഡലിൻ. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന